ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബുനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. 7 ദുരാത്മാക്കൾ ബാധിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു മറിയ. കർത്താവായ യേശുക്രിസ്തു അവളുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് അവളെ മോചിപ്പിച്ചു. അവൾ തൻ്റെ ജീവിതം മുഴുവനും കർത്താവിനെ സേവിക്കുന്നതിനായി സമർപ്പിച്ചു. അവൾ കർത്താവിനെ അനുഗമിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനു ശേഷം കല്ലറയ്ക്കൽ മറിയ ചെന്നു. മറിയ അവിടെ ദൂതന്മാരെ കാണുന്നു. എന്തിനാണ് അവൾ കരയുന്നത് എന്ന് അവർ ചോദിച്ചു. അവൾ അവർക്ക് ഉത്തരം കൊടുത്ത ശേഷം ഒരു മനുഷ്യൻ, തോട്ടക്കാരൻ എന്ന് അവൾക്ക് തോന്നിയ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അത് യേശുവായിരുന്നു. തൻ്റെ പുനരുത്ഥാന ശരീരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ആദ്യം അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഒരുപക്ഷെ ഈ തോട്ടക്കാരനായിരിക്കും യേശുവിൻ്റെ ശരീരം കൊണ്ടുപോയത് എന്നവൾ ചിന്തിച്ചു. അപ്പോൾ യേശു അവളെ പേര് ചൊല്ലി വിളിച്ചു. ഉടനെ അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും. യേശുവിൻ്റെ ശവശരീരം കാണുവാൻ മാത്രമേ മറിയ പ്രതീക്ഷിച്ചുള്ളൂ. അതിനു പകരം അവൾ തൻ്റെ ജീവനുള്ള ശരീരം കണ്ടു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വിളി അവൾക്ക് അനുഗ്രഹീതമായ ഒരു പ്രത്യാശയുടെ വിളിയായിരുന്നു. കർത്താവായ യേശു എല്ലാ പാപികളെയും ഇന്നും രക്ഷയ്ക്കായി വിളിക്കുന്നു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിങ്ങളെയും വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ വിളി കേട്ട് യോഗ്യമായ ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.